ഞാൻ അൻവർ, കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ 153 നമ്പർ ബൂത്തിലെ BLO. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇതിനെ തുടർന്ന് നിരവധി സംശയങ്ങളാണ് പൊതുജനങ്ങൾക്ക് ഉള്ളത്. നിലവിൽ എന്യൂമറേഷൻ ഫോമുകൾ ഫില്ല് ചെയ്ത് നൽകിയ എല്ലാവരെയും ഈ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, AST ലിസ്റ്റിൽ ഉള്ളവരെ ഒഴിച്ച്. AST ലിസ്റ്റ് എന്നാൽ നിലവിൽ പട്ടികയിലുള്ള ആൾക്കാരെ ഒരു വിധത്തിലും കണ്ടെത്താൻ കഴിയാത്തവരെയും മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയവരെയും അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവരെയും പട്ടികയിൽ ഇരട്ടിപ്പ് വോട്ട് വന്നവരെയും ആണ് AST ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഒഴിവാക്കിയത്. ദൃശ്യ പത്ര മാധ്യമങ്ങളിലൂടെ 25 ലക്ഷം പേർ പുറത്ത് എന്നുള്ള വാർത്തകൾ പൊതുജനങ്ങൾ കേൾക്കുമ്പോൾ അവർ പാനിക്കാവും എന്നുള്ളത് സത്യമാണ്. ഈ 25 ലക്ഷം പേർ എങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കാം. കേരളത്തിൽ ഏകദേശം 25,000-ഓളം പോളിംഗ് ബൂത്തുകളുണ്ട്. ഓരോ ബൂത്തിൽ നിന്നും ഏകദേശം ശരാശരി 100 പേരെ വെച്ച് മുമ്പേ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ടവരെ ഒഴിവാക്കിയാൽ 25 ലക്ഷം എങ്ങനെ കിട്ടി എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. കരട് വോട്ടർ പട്ടികയിൽ എങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് വെബ്സൈറ്റിലൂടെ അറിയാൻ കഴിയും. താഴെ പറയുന്ന ceo.kerala.gov.in എന്ന സൈറ്റിലൂടെയും വോട്ടർ eci.gov.in എന്ന സൈറ്റിലൂടെയും നമുക്ക് നോക്കാം. അല്ലെങ്കിൽ അതാത് BLOയുടെ ബന്ധപ്പെട്ട് അവരിലൂടെയും നമുക്ക് കരട് വോട്ടർ പട്ടികയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള വിവരം അറിയാൻ കഴിയും. എല്ലാ വ്യക്തികളും ജാഗ്രതയോടുകൂടി ചെയ്യേണ്ട കാര്യം വോട്ടർ പട്ടികയിൽ അവനവൻ്റെ പേരുകൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പിക്കണം. അല്ലെങ്കിൽ എന്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന കാര്യം അവർ പരിശോധിക്കണം. നിലവിലിറങ്ങിയ കരട് വോട്ടർ പട്ടികയിൽ പിതാവിൻ്റെയും അതുപോലെ തന്നെ വീട് അഡ്രസ്സിലും പിന്നെ മറ്റു വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ആ വ്യത്യാസങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം എന്യൂമറേഷൻ ഫോമുകളിൽ നാം ഫില്ല് ചെയ്ത് നൽകിയ വിവരങ്ങൾ വെച്ചുകൊണ്ടല്ല ഈ വോട്ടർ പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് പഴയ വിവരങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ്. എന്നാൽ 2002 വോട്ടർ പട്ടികയുമായി സ്വയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുവിലൂടെയോ നമുക്ക് ഒരു റിലേഷൻ സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇതിലൂടെ വെരിഫിക്കേഷൻ ചെയ്ത് ഈ വോട്ടർ പട്ടിക പുറത്തിറക്കിയിട്ടുള്ളത്. വോട്ടർ പട്ടികയിലെ കറക്ഷനുകൾ തിരുത്തുന്നതിന് വേണ്ടി ഫോം 8 പ്രകാരം ഓൺലൈനായിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ മരണപ്പെട്ടവരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി ഫോം 7 ഉപയോഗിച്ചും ഓൺലൈനായിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികൾക്കും അതുപോലെ എന്യൂമറേഷൻ ഫോമുകൾ ലഭിക്കാത്തവർക്കും പുതുതായി വോട്ട് ചേർത്തേണ്ടവർക്കും ജനുവരി 2026 22-ാം തീയതി വരെ ഇലക്ഷൻ കമ്മീഷൻ സമയം അനുവദിച്ചിട്ടുണ്ട്. പുതുതായി വോട്ട് ചേർക്കുന്നവർക്ക് കരട് വോട്ടർ പട്ടിക ഇറങ്ങിയതിന് ശേഷം അപേക്ഷ നൽകിയാൽ മതി എന്നുള്ള കാര്യം ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ഇത് പ്രകാരം നൽകുന്ന അപേക്ഷകൾ കരട് വോട്ടർ പട്ടിക ഇറങ്ങിയതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കകം BLOമാരുടെ ലോയിലേക്ക് വരുന്നതായിരിക്കും. ഇതിൽ BLOമാർ പരിശോധന നടത്തി ERO നടപടിക്രമങ്ങൾ അംഗീകരിച്ചതിന് ശേഷം ഇവരെ ഫെബ്രുവരിയിൽ ഇറങ്ങുന്ന ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇതോടൊപ്പമുള്ള മറ്റൊരു മാറ്റം ബൂത്തുകളുടെ റേഷണലൈസേഷനാണ്. അതായത് ബൂത്തുകളുടെ വിഭജനം. നിലവിൽ 1200-ലധികം വോട്ടർമാരുള്ള ബൂത്തുകളെ വിഭജിക്കുകയോ അല്ലെങ്കിൽ കുറവുള്ള ബൂത്തുകളിലേക്ക് വോട്ടർമാരെ മാറ്റുകയോ ചെയ്തിട്ടുണ്ട്. ഇതുമൂലം പോളിംഗ് ബൂത്തുകളുടെ നമ്പറുകൾ മാറിയിട്ടുണ്ട്. ഇനി 2 പ്രധാന കേസുകളാണ് ഇലക്ഷൻ കമ്മീഷൻ പരിഗണിക്കുന്നത്. ഒന്ന്, നോൺ മാപ്പിംഗ് കേസുകൾ അഥവാ 2002 വോട്ടർ ലിസ്റ്റുമായി ഒരു വിധേനയും ബന്ധിപ്പിക്കാൻ പറ്റാത്ത
വോട്ടറുടെ കേസുകൾ. രണ്ടാമത്തേത് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസീസ് ആണ്, അഥവാ സിസ്റ്റം അൽഗോരിതം ഉപയോഗിച്ച് കണ്ടെത്തുന്ന മിസ്മാച്ചിങ് ആണ്. നിലവിലുള്ള 2002 വോട്ടർ പട്ടികയിലെ വിവരങ്ങളും അതുപോലെ തന്നെ എന്യൂമറേഷൻ ഫോമുകളിൽ നാം നൽകിയ വിവരങ്ങളും തമ്മിൽ ഉള്ള മിസ്മാച്ചിങ് മൂലം കണ്ടെത്തുന്ന തെറ്റുകളാണ്. ഇത്തരക്കാരിൽ നിന്നും ശരിയായ വിവരങ്ങളുള്ള രേഖകൾ BLO ശേഖരിച്ച് അത് BLO ആപ്പിൽ അപ്ലോഡ് ചെയ്ത് ERO പരിശോധിച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഹിയറിംഗ് നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അർഹതപ്പെട്ട എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും അർഹതപ്പെടാത്തവരെ പൂർണ്ണമായും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യും എന്നുള്ള ലക്ഷ്യമാണ് ഇലക്ഷൻ കമ്മീഷന് ഉള്ളത്. 2002 വോട്ടർ ലിസ്റ്റുമായി ബന്ധിപ്പിക്കാൻ പറ്റാത്തവർ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഇവരെ 3 ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെ വിഭാഗം 1/7/1987 മുമ്പ് ജനിച്ചവർ. ഇവർ ഹാജരാക്കേണ്ടത് സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ ഹാജരാക്കിയാൽ മതി. രണ്ടാമതായി 1/7/1987 2/12/2004 ഇടയിൽ ജനിച്ചവർ. ഇവർ ഹാജരാക്കേണ്ടത് സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖയും കൂടാതെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖയുമാണ്. മൂന്നാമതായി 2/12/2004 ശേഷം ജനിച്ചവർ ഹാജരാക്കേണ്ടത് സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖയും കൂടാതെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖയുമാണ്. ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച 13 രേഖകളിൽ ഏതെങ്കിലും രേഖകൾ ഹാജരാക്കിയാൽ മതി. സാധാരണയായി ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ആധാർ തുടങ്ങിയ രേഖകൾ മതിയാവും. മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന് ഉണർത്തുന്നു. നന്ദി.